Hi friends, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Oppo A12ന്റെ ക്യാമറ റിവ്യൂ ആണ്. അത്ര വലിയ ഒരു ക്യാമറ ഡിവൈസ് ഒന്നുമല്ല Oppo A12. 10000 രൂപ ബഡ്ജറ്റിലൊക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് എത്രത്തോളം ക്യാമറ പെർഫോമൻസ് ഉണ്ട് എന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. നമ്മൾ കുറേ സാമ്പിൾ ഇമേജസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ലോ ലൈറ്റ് കണ്ടീഷനിലാണെങ്കിലും ഡേ ലൈറ്റ് കണ്ടീഷനിലും അതുപോലെ വീഡിയോ സാമ്പിൾസും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. എത്രത്തോളം ക്യാമറ പെർഫോമൻസ് ഉണ്ടെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗിവകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗിവകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഗിവകളിൽ പങ്കെടുക്കാം, സമ്മാനങ്ങൾ നേടാം. കുറഞ്ഞ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ഒരു ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഇൻബിൽറ്റ് ക്യാമറ ആപ്ലിക്കേഷനിൽ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സാണ് അവൈലബിൾ ആയിരിക്കുന്നത്. വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, പനോരമ, ടൈം ലാപ്സ്. നമുക്ക് സ്ലോ മോഷൻ ഫീച്ചേഴ്സൊന്നും നമുക്ക് ഈ ഒരു ഡിവൈസിൽ നമുക്ക് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിലാണെങ്കിലും വീഡിയോ, ഫോട്ടോ, പോർട്രേറ്റ് മോഡ്, പനോരമ, ടൈം ലാപ്സ്, അവിടെയും നമുക്ക് സ്ലോ മോഷൻ ഫീച്ചേഴ്സൊന്നും അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് ഫ്രണ്ട് ക്യാമറയിൽ 720 180p വീഡിയോ വരെയാണ് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അതും നമുക്ക് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ മാത്രമാണ് റെക്കോർഡ് ചെയ്യാനായിട്ട് മാക്സിമം നമുക്ക് സാധിക്കുന്നത്. ഇനി റിയർ ക്യാമറയിലാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ 720 അല്ലെങ്കിൽ 180p വീഡിയോ വരെയാണ് മാക്സിമം നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതും 30 ഫ്രെയിം പെർ സെക്കൻഡ് തന്നെയാണ്. നമുക്ക് 16 ഫ്രെയിം പെർ സെക്കൻഡ് ഓപ്ഷൻ ഫ്രണ്ട് ക്യാമറയിലാണെങ്കിലും റിയർ ക്യാമറയിലാണെങ്കിലും Oppo A12 നമുക്ക് ലഭിക്കുന്നില്ല. നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ഡേ ലൈറ്റ് കണ്ടീഷനിൽ നമ്മളെടുത്ത ഇമേജസും അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് 4K വീഡിയോ അല്ലെങ്കിൽ സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും Oppo A12 നമുക്ക് ലഭിക്കുന്നില്ല. 10000 രൂപ ബഡ്ജറ്റിൽ ആണ് ഈ ഒരു ഡിവൈസ് ഇറങ്ങിയിരിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്ര വലിയൊരു ക്യാമറ ഡിവൈസൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഡേ ലൈറ്റ് കണ്ടീഷനിലെ ഇമേജസും വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. Oppo A12 റിയർ ക്യാമറ യൂസ് ചെയ്തെടുത്ത ഇമേജസാണ് നമ്മളിപ്പോൾ കാണുന്നത്. നോർമൽ മോഡിലെടുത്ത ഇമേജസാണ്. നമുക്കൊരു 10000 രൂപ ബഡ്ജറ്റിലുള്ളൊരു ഫോണിൻ്റെ പെർഫോമൻസ്, ഒരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ് നമുക്ക് Oppo A12 കിട്ടുന്നത്. പൊതുവെ ഓപ്പോയുടെ ഫോണുകളൊക്കെ ക്യാമറയിലാണ് നല്ല പെർഫോമൻസ് കാണിക്കാറുള്ളത്. ഗെയിമിംഗ്, മൾട്ടി ടാസ്കിങ്ങിലേക്കൊക്കെ വരുമ്പോൾ അത്ര നല്ല പെർഫോമൻസ് കാണിക്കാറില്ല. അപ്പോൾ ഇവിടെയും ക്യാമറയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരുവിധം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിസൾട്ടാണ് Oppo A12 നമുക്ക് ഡേ ലൈറ്റ് കണ്ടീഷനിൽ ലഭിക്കുന്നത്. നമുക്ക് ഇമേജ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ഹൈ ക്വാളിറ്റി ഇമേജ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. എന്നാലൊരു ആവറേജ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു മീഡിയം ക്വാളിറ്റി ഇമേജ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ HDR മോഡിലാണ് ഇനി ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെയാണ് നമുക്ക് ഇമേജസ് ലഭിക്കുക. കാര്യമായിട്ടുള്ള എൻഹാൻസ്മെൻ്റ് ഒന്നും Oppo A12 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്തായാലും ഒരു മീഡിയം ക്വാളിറ്റി ഉള്ള ഇമേജ് അത്രയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് പോർട്രേറ്റ് മോഡിലേക്ക് വരാണെങ്കിൽ അവിടെ നമുക്ക് ഒരുവിധം നല്ല ഇമേജസ് ആണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു 10000 രൂപ ബഡ്ജറ്റിലുള്ള ഒരു ഫോണിൻ്റെ പെർഫോമൻസ്, ഒരു ക്യാമറ പെർഫോമൻസ് മാത്രമാണ് നമുക്ക് Oppo A12 ലഭിക്കുന്നത്. ആവറേജ് ക്വാളിറ്റി ഉള്ള ഇമേജസാണ് Oppo A12 ലഭിക്കുന്നത്. വലിയ രീതിയിലുള്ള നോയ്സ് ഒന്നുമില്ല നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ. എന്നാൽ നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു ആവറേജ് ക്വാളിറ്റി അല്ലെങ്കിൽ എബോവ് ആവറേജ് ക്വാളിറ്റി ഇമേജസാണ് നമുക്ക് Oppo A12 എടുക്കാനായിട്ട് സാധിക്കുന്നത്. റിയർ ക്യാമറ യൂസ് ചെയ്തെടുത്തൊരു വീഡിയോ സാമ്പിളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്കൊരു മീഡിയം റിസൾട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു റിസൾട്ട് തന്നെയാണ്. അതത്ര മോശമാക്കിയിട്ടില്ല Oppo A12. ഈ ഒരു ബഡ്ജറ്റിൽ എന്തായാലും ഹൈ ക്വാളിറ്റി ഉള്ള വീഡിയോ അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ സ്റ്റെബിലൈസേഷൻ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല.
അപ്പോൾ നമുക്കൊരു നോർമൽ ക്യാമറ പെർഫോമൻസ് Oppo A12 നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് ക്യാമറയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിലും നമുക്കൊരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഒന്നുമില്ല. ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു റിസൾട്ടൊക്കെ തന്നെ, അല്ലാതെ വലിയ രീതിയിലുള്ള എക്സ്പെക്റ്റേഷൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. പ്രത്യേകിച്ച് ക്യാമറയുടെ കാര്യത്തിൽ Oppo A12 നമുക്കൊരു ആവറേജ് റിസൾട്ടാണ് നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും ലഭിക്കുന്നത്. പോർട്രേറ്റ് മോഡിലാണെങ്കിലും വലിയ വ്യത്യാസമില്ലാത്ത റിസൾട്ട് തന്നെയാണ് നമുക്ക് Oppo A12 ലഭിക്കുന്നത്. ഒരു ആവറേജ് റിസൾട്ട്, ആവറേജ് ക്യാമറ പെർഫോമൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ഡൈലൈറ്റ് കണ്ടീഷനിൽ ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള വീഡിയോ ആണ് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വലിയ മോശം പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ മാർക്കറ്റിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിവൈസുകൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഡൈലൈറ്റ് കണ്ടീഷനിൽ എന്തായാലും അത്ര വലിയ ഒരു ഡിവൈസ് ഒന്നല്ല, ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു മീഡിയം റിസൾട്ടൊക്കെയാണ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്കിനി ലോ ലൈറ്റ് കണ്ടീഷനിലെ റിസൾട്ട് കൂടി നമുക്കൊന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ലോ ലൈറ്റ് കണ്ടീഷനിൽ റിയർ ക്യാമറ യൂസ് ചെയ്തെടുത്ത ഒരു ഇമേജ് സാമ്പിളാണ്. ഇവിടെ നമുക്കൊരു മീഡിയം റിസൾട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. Oppo A12 നൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് ഒരു മീഡിയം റിസൾട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് റിയർ ക്യാമറയിൽ ലോ ലൈറ്റ് കണ്ടീഷനിലെടുത്ത ഒരു വീഡിയോ സാമ്പിളാണ്. ഇവിടെ നമുക്കൊരു ആവറേജ് റിസൾട്ടാണ് ലഭിക്കുന്നത്. ലൈറ്റ് കണ്ടീഷനിൽ എടുത്ത ഒരു സെൽഫി ഇമേജ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമുക്കൊരു ബിലോ ആവറേജ് റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. നല്ല രീതിയിലുള്ള നോയ്സ് നമുക്ക് ആ ഒരു ഇമേജിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് ക്വാളിറ്റി, ബിലോ ആവറേജ് ക്വാളിറ്റി ഇമേജ് ആണ് നമുക്ക് Oppo A12 ലോ ലൈറ്റ് കണ്ടീഷനിൽ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തെടുത്ത ഒരു വീഡിയോ സാമ്പിളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെയും നമുക്കൊരു ബിലോ ആവറേജ് റിസൾട്ട് മാത്രമാണ് ലോ ലൈറ്റ് കണ്ടീഷനിൽ Oppo A12 ലഭിക്കുന്നത്. അപ്പോൾ Oppo A12 നമ്മൾ ഡൈലൈറ്റ് കണ്ടീഷനിലും ലോ ലൈറ്റ് കണ്ടീഷനിലും ഒരുപാട് ഇമേജസും വീഡിയോസൊക്കെ നമ്മൾ കണ്ടു. അത്ര ക്വാളിറ്റി ഉള്ള ഒരു വീഡിയോ ഷൂട്ടിങ്ങും ക്യാമറ ഷൂട്ടിങ്ങും ഒന്നും നമുക്ക് ഇതിനകത്ത് സാധിക്കുന്നില്ല. ഒരു ആവറേജ് ലെവൽ അല്ലെങ്കിൽ എബോവ് ആവറേജ് പെർഫോമൻസ് മാത്രമാണ് നമുക്ക് Oppo A12 ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും Oppo A12 ഒരു ക്യാമറ ഡിവൈസ് അല്ല, ജനറൽ പർപ്പസിന് എടുക്കാവുന്ന ഒരു ഫോൺ മാത്രമാണ്. ഒരു ക്യാമറ ഡിവൈസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ, അതും ഈ ഒരു 10,000 രൂപ റേഞ്ചിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും Realme Narzo 10 അതല്ലെങ്കിൽ കുറച്ചും കൂടി ബഡ്ജറ്റ് മേലേക്ക് പോകാമെന്നുണ്ടെങ്കിൽ Samsung M11 എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റിസൾട്ട് നമുക്ക് ലഭിക്കും. ഇനി കുറച്ചും കൂടി മുമ്പത്തെ ഫോണുകളിലേക്ക് പോകാനായിട്ട് തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് Realme 5i നമുക്ക് കുറച്ചും കൂടി നല്ല ഓപ്ഷനാണ്. കുറച്ചും കൂടി നല്ലൊരു ക്യാമറ പെർഫോമൻസ് നമുക്ക് അത്തരം ഡിവൈസുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ഗിവ്അവേയിൽ പങ്കെടുക്കുന്നവർക്ക് സമ്മാനങ്ങൾ